നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി. ഉറക്കം ഇഷ്ടപ്പെടാത്തവരാരാണുള്ളത് അല്ലേ? നമ്മൾ കൃത്യമായി ഉറങ്ങാൻ കിടന്നാൽ തന്നെ കുറച്ച് പേരൊക്കെ ഉറങ്ങാൻ സാധിക്കുള്ളൂ. ചില നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം ഉറങ്ങാൻ കഴിയാത്തത്. ഉറക്കം ശരിയായി നടക്കാത്തതിന് ചില കാരണങ്ങളുണ്ട്. അത് ചില ഹോർമോണുകളുടെ കാരണമാണ്. അത് 4 തരത്തിലുള്ള ഹോർമോണുകളുണ്ട്. അതിൽ സ്ലീപ്പ് ഹോർമോൺ ഉണ്ട്, അതുപോലെ തന്നെ മെൽറ്റോൺ ഹോർമോൺ, പിന്നെ വിശപ്പിന്റെ ഹോർമോൺ, പിന്നെ നമുക്ക് അമിതമായി കോപം വരുന്ന അതിനുള്ളൊരു ഹോർമോൺ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഉറക്കത്തിന് കാരണം. ഉറക്കം ശരിയായില്ലെങ്കിൽ അപ്പോൾ നമുക്ക് നമുക്ക് ഭയങ്കര മാനസികമായൊരു ക്ഷീണം ഉണ്ടാവും. അതുപോലെ വിശപ്പ് കൂടും, നമുക്ക് ദേഷ്യം വരും അല്ലേ? എന്ത് കണ്ടാലും നമുക്ക് ദേഷ്യം വരും ആ ഉറക്കം ശരിയായില്ലെങ്കിൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഉറക്കത്തിന് കൃത്യമായി വാല്യൂ കൊടുത്തുകൊണ്ടും കൃത്യസമയത്ത് തന്നെ കിടന്നുറങ്ങണം. അപ്പോൾ ഉറക്കത്തിന്റെ ടെൻഷനൊക്കെ മാറാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അത് നല്ലതാണ്. ശരീരത്തിനും മനസ്സിനും നമുക്കൊരു ഉന്മേഷം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ജേർണലിങ്, അതായത് നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഇന്നടത്തേക്ക് പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ? അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു മനസ്സിനൊരു ശാന്തതയും സമാധാനവും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കുക. ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമേലും കുടിക്കണം നമുക്ക്. അത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാൻ കിടക്കണേക്കാൾ മുമ്പ് നമുക്ക് നമ്മുടെ ഭക്ഷണങ്ങൾ അല്ലേ, അതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കണേക്കാൾ മുമ്പ് നല്ല ഹെൽത്തി ഫുഡുകൾ കഴിക്കുക. അതായത് ഓട്സ്, ഈന്തപ്പഴം, അതുപോലെ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂടോടുകൂടി ഒരു ഗ്ലാസ് പാല്, അതൊക്കെ നല്ലതാണ് കേട്ടോ. ഒരു ഗ്ലാസ് പാല് കുടിച്ച് കിടന്നാൽ നല്ല ഉറക്കം കിട്ടും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ വൈകിട്ടുള്ള ചായ അത് ഒഴിവാക്കുക. അത് പരമാവധി നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. ചായയുടെ മധുരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ ചെന്ന് കിടക്കുമ്പോൾ മൊബൈൽ വെച്ച് കിടക്കുമല്ലോ. ചിലവരൊക്കെ മൊബൈലിൽ ഓരോ റീൽസൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങാമെന്നുള്ളത്. പക്ഷെ അതൊക്കെ പൊട്ടയാണ് കേട്ടോ. അതൊന്നും ഉപയോഗിക്കരുത് അധികം. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ ടിവിയുടെ ഉപയോഗം അതൊക്കെ കുറച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ദിവസമായിട്ട് കിട്ടും. അപ്പോൾ ടിവിയുടെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ നമ്മൾ കൃത്യസമയത്ത് തന്നെ കിടന്നുറങ്ങാൻ ശീലിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.